യൂത്ത് കോൺഗ്രസ് SDPI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു. കാട്ടാക്കട മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദിനാണ് കുത്തേറ്റത്. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകൻ സഹീം ഷായും ലഹരി മാഫിയ സംഘവുമെന്ന് ആരോപണം. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നു. മാനസ, എന്താണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം? അതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങൾ അവിടെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കാട്ടാക്കട യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദിനെതിരെ ഇത്തരത്തിൽ സംഘവും അതോടൊപ്പം തന്നെ SDPI പ്രവർത്തകനായ സഹീം ഷെയും കൂടി ചേർന്ന് ആക്രമണം നടത്തുന്നത്. അക്രമത്തിൽ നേതാവിനെ കുത്തേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇയാളിപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി 3 തവണയാണ് സംഭവ സ്ഥലത്ത് സംഘർഷങ്ങൾ ഉണ്ടായത്. ആദ്യം 9 മണിയോടെ ലഹരി സംഘങ്ങൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ശേഷം 10 മണിയോടെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് ഈ സംഘവും അതോടൊപ്പം തന്നെ SDPI പ്രവർത്തകരായ സഹീഷയും കൂടി നേതാവിന്റെ വീട്ടിലേക്ക് എത്തി നിഷാദിനെ വിളിച്ചിറക്കി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ കവിളിൽ കമ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ശേഷമാണ് സംഭവം അറിഞ്ഞ് നിഷാദിന്റെ കൂട്ടുകാരൊക്കെയും സംഭവ സ്ഥലത്തെത്തുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അക്രമ സംഘം ലഹരി മാഫിയ സംഘവും നേരത്തെ തന്നെ 3 തവണ സ്ഥലത്ത് അക്രമം അഴിച്ചുവിട്ടിരുന്നു എന്ന വിവരം ലഭിക്കുന്നത്. ഇതേ തുടർന്ന് നിഷാദിന്റെ കൂട്ടുകാരൊക്കെ എത്തി സംഘവുമായി സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശേഷം ഇയാളെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. DYFI പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ DYFI പ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തെങ്കിലും സ്ഥലത്ത് ഈ ഒരു ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളെയും അതോടൊപ്പം തന്നെ സഹീം ഷെയും കാണാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ പോലീസ് ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഏതായാലും നിഷാദ് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.